നമസ്കാരം. ഷഹസാദ് പൂനാവാല പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിനെ അങ്ങേയറ്റം താറടിച്ച് കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് പാർട്ടിയിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട്, അത് കോൺഗ്രസ് വിട്ടുവന്ന ആളാണ് ഷഹസാദ് പൂനാവാല. BJPയുടെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. എന്നാൽ BJPയുടെ വക്താവ് എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റുകയുണ്ടായി. അദ്ദേഹത്തെ തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലേക്ക് ഇനി വരണമെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവിടുന്ന് പോകണമെന്നാണ്. ഇത്രയേറെ കഴിവില്ലാത്ത ആൾക്കാരുള്ള ഈ ഇടം, വളരെയധികം മലീമസമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇടം തനിക്ക് വേണ്ട എന്നാണ് ഷഹസാദ് പൂനാവാല പറഞ്ഞിരിക്കുന്നത്. നല്ല 8ൻ്റെ പണി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇതൂടെ കിട്ടിയത് എന്നുള്ള കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധി നടത്തുന്ന എല്ലാ നീക്കങ്ങളും ഇപ്പോൾ പാളിപ്പോകുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും CJPയുമായി ബന്ധപ്പെട്ട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, നേരത്തെ നടത്തിയ ഇലക്ഷനുമായി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഒരു ദുർബലനായ വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് ഷഹസാദ് പൂനാവാല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയാൽ ഏറ്റവും ദുർബലനായ ഒരു പാർട്ടി നേതാവ് മുൻനിർത്തി നയിക്കുന്ന, അദ്ദേഹം മുൻപിലേക്ക് നയിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും മുൻപിലേക്ക് പോകില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ നടത്തുന്ന നീക്കങ്ങൾ ചിലത്, ഇപ്പോൾ CJPയുമായി ബന്ധപ്പെട്ട് അടുത്തൊരു പ്രവർത്തനത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതായത് അതിക്രമം നേരിട്ട ആൾക്കാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്. ആർക്കെതിരെയാണ് ഡൽഹി പോലീസ് അതിക്രമം നടത്തിയത്? അതായത് പാർലമെൻറ്റോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ സമരം നടത്തിയ, എന്നാൽ അത് മാത്രമല്ല 150ലേറെ പോലീസുകാരെ ആക്രമിക്കുകയും അവിടുത്തെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും പൊതുമുതലുകൾ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ആൾക്കാർക്കെതിരെ മാത്രമായിരുന്നു അന്ന് ഡൽഹി പോലീസ് ഇറങ്ങി പ്രവർത്തിച്ചത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാദിച്ചുകൊണ്ട്, അതായത് രാജ്യം നശിച്ചാൽ കുഴപ്പമില്ല, തങ്ങൾക്ക് അധികാരത്തിൽ വരണം എന്നാണ്. ഇതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി ഇടപെടുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി ഇതേ രീതിയിൽ തന്നെയാണ്, നിങ്ങൾ ഓപ്പറേഷൻ ഇവിടെ നടത്തിയെന്നതിൻ്റെ തെളിവ് വേണം, നിങ്ങളുടെ F-16 നശിച്ചു പോയില്ലേ, റാഫേൽ നശിച്ചു പോയില്ലേ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്ത്യൻ ആർമിക്ക് നേരെ തൊടുത്തു വിടുന്നത്. ഈ രീതിയിൽ എങ്ങനെയൊക്കെ ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കടന്നാക്രമിക്കാമോ ആ രീതിയിലൊക്കെയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് KC വേണുഗോപാൽ അപ്പർ സുവർണസിരി മേഖലയിലേക്ക് ചൈന കടന്നു കയറി എന്ന് പറഞ്ഞപ്പോൾ, ചൈന കടന്നു കയറിയെന്ന് പറയുകയും പറഞ്ഞതിന് ബദലായിട്ട് ഇന്ത്യൻ മിലിറ്ററി തന്നെ കൃത്യമായിട്ട് ആർമി ജനറൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ചൈന ഒരു രീതിയിലും ഈ മേഖലയിലേക്ക് കടന്നു കയറിയിട്ടില്ല, ഗാൽവാനിൽ ഉണ്ടായ രീതിയിലുള്ള ഒരു പ്രശ്നവും ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് മിലിറ്ററി പറഞ്ഞിട്ട് പോലും KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുകയോ ഒരു രീതിയിലുള്ള ബഹുമാനം കാണിക്കുകയോ ചെയ്യാത്ത രീതിയിൽ പോകുന്ന രാഹുൽ ഗാന്ധിയോട് തൻ്റെ പഴയ സഹപ്രവർത്തകർക്ക് ഇപ്പോഴും പുച്ഛം മാത്രമാണ്. അവരെ ഏത് പാർട്ടി പുറത്താക്കിയാലും തങ്ങൾ ഇനി കോൺഗ്രസിനോടൊപ്പം വരുവാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചും ഷഹസാദ് പൂനാവാലയെ പോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരായിരുന്ന, കോൺഗ്രസിൽ വളരെ പ്രഗത്ഭമതിയായിട്ടുള്ള നേതാവായിരുന്ന, അവരുടെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ള, വക്താവെന്ന നിലയിൽ നല്ല പ്രാപ്തിയുള്ള ഇത്തരം നേതാക്കന്മാർ പോലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് പോകുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇന്ത്യ വളരെ പുച്ഛത്തോടു കൂടിയാണ്, ഇന്ത്യയുടെ ജനങ്ങൾ വലിയ പുച്ഛത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ നീക്കങ്ങളും. അതായത് വന്ദേമാതരത്തിലടക്കം, വന്ദേമാതരം 2 സ്റ്റാൻസ് മാത്രമാണ് പാടുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാൽക്കിലയിൽ നിന്ന്, അതായത് ചെങ്കോട്ടയിൽ നിന്ന് മാറി കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടത്താൻ പോവുകയും, എന്നാൽ വന്ദേമാതരം ചൊല്ലിയ സേവാദളിൻ്റെ പ്രവർത്തകർ മുഴുവൻ ചൊല്ലുകയും ചെയ്തു. അതുപോലും തടയാൻ കഴിയാത്ത പാർട്ടി എന്തൊരു പാർട്ടിയാണ് എന്നാണ്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം എന്തൊരു നേതൃത്വമാണ് എന്ന രീതിയിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്, അവരുടെ ഘടകകക്ഷികൾ പോലും ചോദിക്കുന്നത്. എന്നാൽ സേവാദൾ ആയിക്കോട്ടെ, കോൺഗ്രസിനകത്തുള്ള മനുഷ്യരായിക്കോട്ടെ, അവരെല്ലാവരും തന്നെ ദേശസ്നേഹമുള്ളവരാണ്. അതുകൊണ്ട്
തന്നെയാണ് രാഹുലിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുന്നത്. ദേശവിരുദ്ധതയ്ക്ക് ഒരു മെഡലുണ്ടെങ്കിൽ അത് രാഹുലിന് കിട്ടും എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് മുന്നേക്ക് പോകുന്നത്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ ഇന്ത്യ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെപ്പോലും അട്ടിമറിക്കുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. എന്താണ് ചൈന ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം? ചൈനയും അതായത് ആൻഡമാൻ നിക്കോബാറുമായി ബന്ധപ്പെട്ട് വലിയൊരു കാര്യമുണ്ട്. കാരണം മലാക്ക സ്ട്രീറ്റ് ആൻഡമാൻ നിക്കോബാറിൻ്റെ അടുത്താണ്. അവിടെ ഒരു തുറമുഖം ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ അടി ഉണ്ടാകുന്നത് ചൈനയ്ക്കാണ്. ചൈനയുടെ സാമ്പത്തിക മേഖലയുടെ ഒരു വലിയ ആശ്രയ കേന്ദ്രമാണ് ഈ മലാക്ക സ്ട്രേറ്റ്. അവിടേക്ക് പോലും ഇത്തരത്തിൽ ഒരു വികസന പ്രവർത്തനം, അതായത് ആൻഡമാൻ നിക്കോബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനം നടത്താൻ പോയപ്പോൾ അതിനെ തടയിടുവാനാണ് രാഹുൽ ഗാന്ധി ശ്രമം നടത്തിയത്. 2008 ചൈനയുമായി ഇദ്ദേഹത്തിന് ഒരു രഹസ്യ ധാരണയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ വിദേശ രാജ്യങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുൻനിലയിൽ ഇറങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ വിടുവായുത്തരങ്ങളെല്ലാം പലതുണ്ടാകുന്നുണ്ട്. ഈ അടുത്ത സമയത്തും സന്ദീപ് ദീക്ഷിതുമായിട്ടും സ്റ്റേജിൽ വെച്ചുണ്ടായ ഒരു സംഭവം, അതിനെ തുടർന്ന് സന്ദീപ് ദീക്ഷിത് പറയുകയുണ്ടായി, താങ്കൾ എന്നെ കെട്ടിപ്പിടിച്ചത് മെലോണിയാണ് എന്ന് വിചാരിച്ചാണോ? അത്തരത്തിൽ മെലോണിയെ അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു വിദേശ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കുക, സ്വന്തം രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ അപമാനിക്കുക, ഈ രീതിയിലേക്കാണ് കോൺഗ്രസിനെ വഴി നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഒരു കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറല്ല എന്നാണ് ഷെഹസാദ് പൂനാവാല പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.